ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2025 ഈ 27 നാളുകൾക്കും സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, രാശിമാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലർക്കും പല രീതിയിലായിരിക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് പൂരാടം നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചെയ്യാത്തവരുണ്ടെങ്കിലോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലിൻ്റെ അകലിൽ ചിത്രം ഉണ്ടാകും അവിടെ, അതൊന്ന് തൊട്ടതിന് ശേഷം 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളൊരിതിൽ തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് ഏതു കാര്യത്തെക്കുറിച്ചും നല്ല ധാരണ ഇവർക്കുണ്ടായിരിക്കും. പിന്നൊരു കാര്യം, ചെറിയ കാര്യങ്ങളിൽ പതറാതിരിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് പതറുന്നൊരു ഒരു സ്വഭാവമൊക്കെ ഉള്ളതായിട്ട് കാണുന്നു ചിലർക്കെങ്കിലും. അതൊന്ന് നിയന്ത്രിക്കുക. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എടുത്തു ചാടി എന്തും ചെയ്യുന്നൊരു സ്വഭാവ രീതി നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ക്ലേശങ്ങളെ ഓർത്ത് മനസ്സ് വല്ലാതെ വിഷമിക്കുക. അതായത് അവർക്കങ്ങനെ വന്നല്ലോ, അല്ലെങ്കിൽ അവർക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്തിട്ട് മനസ്സ് വെറുതെ നീറുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് ഈ ഒരു വർഷം നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ ഒരു വർഷം അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയാനായിട്ട്, ആരോടെങ്കിലും വിരോധം, ചെറിയൊരു വിരോധമോ നീരസമോ തോന്നിയാൽ പമ്മി പതുങ്ങിയിരുന്നിട്ട് പ്രതികാരം ചെയ്യുന്നൊരു രീതി ഉള്ളതായിട്ട് കാണുന്ന ചിലർക്കെങ്കിലും അത് അത്ര നല്ലതല്ലത്. പ്രത്യേകിച്ച് ഈ വർഷം അങ്ങനെയുള്ള സ്വഭാവ രീതി ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾക്കെതിരെ ചിലപ്പോൾ പറഞ്ഞവരോ തിരിഞ്ഞവരോ ഒക്കെ. അപ്പോൾ നമ്മൾ നീരസം തോന്നിയ ആൾക്കാരായിരിക്കത്തില്ല. ചിലപ്പോൾ അത് പേര് നമുക്ക് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം മാറ്റി വെച്ചാൽ അതൊരു നിയന്ത്രിക്കുന്നത് ഈ വർഷം എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് എന്തും അപ്പടി അങ്ങ് വിശ്വസിക്കേണ്ട. കാരണം പൊടിപ്പും തൊങ്ങലും വെച്ച് പലരും പലതും പറയും. മറ്റുള്ളവർ പറയുന്നത് എന്തും അപ്പടി അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് എല്ലാം മറന്നങ്ങ് വിശ്വസിക്കുന്നൊരു സ്വഭാവം നല്ലതല്ല, അത് വേണ്ട. അതുപോലെ തന്നെ ചെറിയ ദുരഭിമാനമുള്ളൊരു ദുരഭിമാനം ഈ ഒരു ആൾക്കാർക്കുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും ഈ 2025 നിങ്ങൾക്ക് നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ്. ഈ 2025 ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.